എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട് പടം? എന്താണ് ഇഷ്ടപ്പെട്ടെന്ന പടത്തില്? നല്ല നൈസാണ്. 3D ഒക്കെ നൈസായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാബ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കയറി പോയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ ആ ഒരു ലാസ്റ്റ് പടം കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക്. സംവിധാനം മോഹൻലാൽ എന്ന് ഇത് കാണിക്കുമ്പോൾ ഒരു എപ്പോഴും ഉണ്ടല്ലോ. നൈസാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഒട്ടും പ്രതീക്ഷയില്ല, എക്സ്പെക്ടേഷനും ഇല്ലാതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഡയറക്ടർ എന്ന രീതിയിൽ പോലെ നല്ലൊരു വർക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് VFX നന്നായിട്ടുണ്ട്. ഷോട്ട് ഔട്ടുണ്ട് എല്ലാവരും. സന്തോഷിയുടെ ക്യാമറ വർക്കും നന്നായിട്ടുണ്ട്. ഓവറോൾ ഒരു ഹിറ്റാണ്. നല്ലതാണ്. പിന്നെ ഫാമിലി പ്രേക്ഷകർക്ക് കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഫാമിലിക്കാർ നല്ല ചേട്ടാ എങ്ങനെയുണ്ട് കേട്ടോ പടം? നല്ല പടം. കുടുംബ പ്രേക്ഷകരുടെയും ഈ കുട്ടികളുടെ ഫാന്റസി പടമാണ്. കൊള്ളാം. നല്ല 3D ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. 3D ഒരു രക്ഷയില്ല. ബാക്കി പിന്നെ പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കാരണം എന്നാലേ അത് ഇഷ്ടപ്പെടുള്ളൂ. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ടാവും ലാലേട്ടന്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടറായിട്ട് വരും. നല്ല രസമുണ്ട്. അത് പുള്ളി മറ്റേ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് 3D കാര്യങ്ങളൊക്കെ? 3D രക്ഷയിലാണ്. നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ. വീഡിയോ വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഇത് ഹോളിവുഡ് ലെവലിൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ്. കൊള്ളാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചേട്ടാ എന്താ ഇഷ്ടപ്പെട്ടു? പടത്തിലെ 3D കാര്യങ്ങളൊക്കെ വളരെ മോശം വെറും മോശം പടം. ലാലേട്ടന്റെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ പ്രതീക്ഷിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ ഇങ്ങനത്തെ പടം നമുക്ക് തിയേറ്ററിൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഭയങ്കര ഉറപ്പായിട്ടായിരുന്നു. 3D മാത്രം അത്യാവശ്യം കുട്ടികൾക്കുള്ള പടമാണെങ്കിൽ പോലും ഒരു അത്യാവശ്യം കുട്ടികളെ സെറ്റിലേക്ക് എടുക്കുകയായിരുന്നു. നല്ല എഫക്റ്റാണ്. 3D എഫക്റ്റൊക്കെ അടിപൊളിയാണ്. നല്ല നമ്മുടെ കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനും എല്ലാം ഒരുപോലെ തന്നെയാണ്. ബാക്കിംഗ് അടിപൊളിയായിട്ട് അതുപോലെ രണ്ട് പാട്ടും മോഹൻലാൽ ഇതിൽ പാടിയിട്ടുണ്ട്. കൊച്ചുപിള്ളേർക്ക് ഇഷ്ടപ്പെടും. കഥയായിട്ടൊന്നുമില്ല. സിമ്പിൾ ഒരു കഥയാണ്. സെക്കൻഡ് ഹാഫാണെങ്കിൽ ഒന്നും നമുക്ക് നല്ലൊരു 3D എഫക്റ്റ് നമ്മുടെ ഈ ജനറേഷനിൽ കേരളത്തിന്റെ 3D എഫക്റ്റിനെക്കാട്ടിലും വൃത്തിയായിട്ടിരിക്കുന്നത് നന്നായിട്ട് തന്നെയാണ്. എല്ലാ ചെറിയ ലാഗൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമായിരിക്കും. നല്ല പടം. നമ്മൾ ലാൽസാർ ആദ്യമായിട്ട് ഡയറക്ഷനിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആക്ടിങ്ങിലുണ്ട്. പിന്നെ കുട്ടികളെ കുറിച്ച് അട്രാക്റ്റീവ്. നല്ല പടം. വളരെ മോശമായിരുന്നു. എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെടില്ല. ചുമ്മാ എന്തൊക്കെയോ ഒരു രീതിയിൽ പടം എടുത്തു വെച്ച് കുറേ ഫ്രെയിമുകൾ ഓരോരുത്തരെടുത്ത് വെച്ച് അതുപോലെ കാണിക്കുന്ന ഒന്നുമില്ല. നല്ല സിനിമയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. എല്ലാവരും വന്ന് കാണുക. നല്ല സിനിമ. ഫാമിലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ. എങ്ങനെയുണ്ട് 3D കാര്യങ്ങളൊക്കെ? നന്നായിട്ട് വിഷ്വൽ എഫക്ട്സ് മറ്റ് 3D ഫിലിമിനെക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാൽ? എങ്ങനെയുണ്ടായിരുന്നു? ഫീലിങ്സ് ഒക്കെ തോന്നുന്ന ഒരു സിനിമ. സെന്റിമെന്റൽ ആണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എങ്ങനെ ഡയറക്ഷനൊക്കെ? കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്കുള്ളതാണോ അതോ മുതിർന്നവർക്ക് കാണാനോ? അത് എല്ലാവരും കണ്ടിരിക്കാൻ വിഷ്വൽ എക്സ്പീരിയൻസ്.